ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക്. ഇഗ്നോയുടെ MPC 006 വരുന്ന ന്യൂമറിക്കൽസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മാൻ വൈറ്റിനെ യു ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് 6 മാർക്കിനാണ് പൊതുവെ ചോദിക്കാറുള്ളത്. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്ക് 6 മാർക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിരിക്കും. നമ്മൾ ഓൾറെഡി കൈ സ്ക്വയറും അതുപോലെ തന്നെ അനോവയും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കിയിട്ടുണ്ട്. എൻ്റെ പ്രീവിയസ് വീഡിയോ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് എന്താണ് മാൻ വൈറ്റിനെ ടെസ്റ്റ്, ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. മാൻ വൈറ്റിനെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ്. നോൺ പാരാമെട്രിക് ടെസ്റ്റിൽ 2 ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾ വെച്ച് അതിനെ ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തത് വിൽകോക്സൺ ആണ്. അതിനുശേഷം മാൻ ആൻഡ് വൈറ്റിനെയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി നടത്തി ഈ ഒരു ടെസ്റ്റ് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഈ ഒരു ടെസ്റ്റിനെ വിൽകോക്സൺ റാങ്സം ടെസ്റ്റ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ടെസ്റ്റ് 3 നെയിമിലാണ് അറിയപ്പെടുന്നത്. അതായത് യു ടെസ്റ്റ്, മാൻ വൈറ്റിനെ യു ടെസ്റ്റ്, അതുപോലെ തന്നെ വിൽകോക്സൺ റാങ്സം ടെസ്റ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ഇഫ് ദർ ഈസ് എ സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മീഡിയൻ ഓഫ് 2 ഡാറ്റ. അതായത് സാധാരണയായി നമ്മൾ മീനിൻ്റെ ഡിഫറൻസ് ആയിരുന്നു നോക്കിയിരുന്നത്. ഇതിൽ അതിന് പകരമായിട്ട് മീഡിയൻ ഡിഫറൻസ് തന്നിരിക്കുന്ന 2 ഡാറ്റയിലെ മീഡിയൻ ഡിഫറൻസിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഇനി നമുക്ക് മാൻ വൈറ്റിനെ യു ടെസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. ഇത് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ഫോർ 2023 ജൂൺ ആൻഡ് ജാനുവരി 2024. ഇവിടെ കമ്പ്യൂട്ട് മാൻ വൈറ്റിനെ യു ടെസ്റ്റ് ഫോർ ദ ഫോളോയിങ് ഡാറ്റ. അതിനുശേഷം നമുക്ക് 2 ഡാറ്റ തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മാൻ വൈറ്റിനെ യു ടെസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. ആദ്യം ഇതുപോലെ 2 ഗ്രൂപ്പ് നമ്മൾ ഇതിനെ ടാബിളായിട്ട് വരക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 കോളംസ് വരച്ചിട്ടുണ്ട്. അതിലൊന്നിൽ ഗ്രൂപ്പ് എ, 2 ഗ്രൂപ്പ് ബി, അല്ലെങ്കിൽ നമ്മളുടെ എഴുതിയിരിക്കുന്ന മെയിൽ ഓർ ഫീമെയിൽ എഴുതാം. രണ്ടാമത്തെ കോളത്തിലായിട്ട് നമുക്കിതിനെ റാങ്ക് ചെയ്യണം. ആ റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോളംസ് കൊടുക്കുന്നു. ഗ്രൂപ്പ് 1ൻ്റെ റാങ്കിങ് കോളം എന്ന് പറയുന്നത് R1ഉം ഗ്രൂപ്പ് 2ൻ്റെ റാങ്കിങ് കോളം എന്ന് പറയുന്നത് R2. അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് അതുപോലെ തന്നെ എഴുതി വെക്കുക. ഗ്രൂപ്പ് 1ൽ നമുക്ക് മെയിലിൻ്റെ എഴുതാം, ഗ്രൂപ്പ് 2ൽ ഫീമെയിലിൻ്റെയും എഴുതി കൊടുക്കാം. തന്നിരിക്കുന്ന ഡാറ്റയുടെ സമ്മ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ 2 ലൈന് കൂടെ വിടുന്നുണ്ട്. ഇനി ഇതിൻ്റെ അടിയിലായിട്ട് നമുക്ക് എഴുതേണ്ടത് ഇത് എത്ര നമ്പേഴ്സ് ഉണ്ട്, അതായത് നമ്മളുടെ n നമ്പർ. ഓരോ കോളത്തിലെയും ഇപ്പോൾ ഗ്രൂപ്പ് 1ലെ നമ്പേഴ്സ് എന്ന് പറയുന്നത് 10 ആണ്, 10 നമ്പേഴ്സാണുള്ളത്. അത് നമ്മൾ സ്മോൾ ലെറ്റർ N1 എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. N1 = 10. അതുപോലെ തന്നെ ഗ്രൂപ്പ് 2ൽ എത്ര ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യുക. അപ്പോൾ N2 = 10. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ റാങ്കിങ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് 1 to 20 വരെ ഇതിന് നമുക്ക് റാങ്കിങ് കൊടുക്കണം. ഈ റാങ്കിങ് കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ അസെൻഡിങ് ഓർഡറിലും കൊടുക്കാം, ഡിസെൻഡിങ് ഓർഡറിലും കൊടുക്കാം. അതായത് വലുതിന് 1 കൊടുത്ത് അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ചെറുതിന് 1 കൊടുത്തിട്ടും ചെയ്യാം. 1 2 3 4 അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാവുന്നതാണ്. അസെൻഡിങ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം നമുക്ക് പെട്ടെന്ന് നേരെയുള്ള അസെൻഡിങ് ഓർഡറിലുള്ളതായിരിക്കും ഓർമ്മ കിട്ടുക. അപ്പോൾ ഞാനിവിടെ പ്രിഫർ ചെയ്യുന്നത് അസെൻഡിങ് ഓർഡറാണ്. അതായത് ചെറിയ നമ്പേഴ്സിന് ചെറിയ റാങ്ക് കൊടുക്കുക. അതായത് 1 2 3 ഇതിലെ ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ ആ 9ന് നമ്മൾ 1 എന്നുള്ള നമ്പർ കൊടുക്കുന്നു. ഇനിയിപ്പോൾ 10 ഉണ്ടെങ്കിൽ അതിന് 2, പിന്നെ 20 ഉണ്ടെങ്കിൽ അതിന് 3, അതുപോലെയാണ് റാങ്ക് ചെയ്യേണ്ടത്. ഇതുപോലെ നമ്മുടെ 2 കോളംസും നോക്കിയിട്ടാണ് ഞാൻ റാങ്ക് കൊടുത്തിട്ടുള്ളത്. അതായത് 9ന് 1 കൊടുത്തു, 10ന് 2 കൊടുത്തു, 20ക്ക് 3, 21ന് 4. ഇനി അപ്പുറത്തെ കോളത്തിലാണ് ചെറുതുള്ളതെങ്കിൽ അതിലും കൊടുക്കാം നമുക്ക്. ഇനി 5 ഞാൻ കൊടുക്കാൻ നോക്കുമ്പോൾ ഇവിടെ 2 23 ഉണ്ട്. അതായത് 2 തവണ നമുക്ക് ഒരേ നമ്പർ റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിനാണ് നമുക്ക് 5ഉം 6ഉം കൊടുക്കേണ്ടത്. ഇതുപോലെ റിപ്പീറ്റായിട്ട് വന്നാൽ നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇനി എത്രാമത്തെ നമ്പറാണോ കൊടുക്കേണ്ടത്, അതായത് 5ആമത്തതും അതുപോലെ തന്നെ 6ആമത്തതുമാണ് കൊടുക്കേണ്ടത്. അത് രണ്ടും ആഡ് ചെയ്ത് എത്ര നമ്പേഴ്സ് ഉണ്ട്, 2 നമ്പർ ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ 2. അതായത് 5ആമത്തെ പൊസിഷനും 6ആമത്തെ പൊസിഷനുമാണ് ഇത് വരുന്നത്. അപ്പോൾ 5 + 6 ഡിവൈഡഡ് ബൈ 2 നമ്പേഴ്സ് ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുക്കുന്നു. അത് നമുക്ക് 5.5 എന്ന് കിട്ടുന്നു. ഇപ്പോൾ ഇവിടെ 23 3 തവണ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക 23 5 + 6 + 7 എന്ന് കൊടുക്കും, ഡിവൈഡഡ് ബൈ 3. എന്നിട്ട് അതാണ്
ഇവിടെ 3 സ്ഥലത്തായിട്ട് കൊടുക്കുക. ഇനി ഈ ഒരു ടേബിളിൽ നമുക്ക് ഒരു വലിയ നമ്പർ എന്ന് പറയുന്നത് 23നേക്കാൾ വലിയൊരു നമ്പർ എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ 25ന് ഇനി കൊടുക്കേണ്ടത് 7 ആണ്. കാരണം നമ്മൾ 5ഉം 6ഉം ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി 7 ആണ് ബാക്കിയുള്ളത്. ഇനി 26ന് 8 കൊടുക്കുന്നു. ഇനി അതുപോലെ ബാക്കി എല്ലാറ്റിൻ്റെയും നമ്പർ നമ്മൾ റാങ്ക് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഇവിടെ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാറ്റിനും റാങ്ക് കൊടുത്തിട്ടുണ്ട്. 1 to 20 വരെയുള്ള നമ്പേഴ്സാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് സമ്മേഷൻ ഓഫ് R1, അതായത് R1ൻ്റെ സമ്മേഷൻ. R1 എന്ന കോളത്തിലുള്ള എല്ലാ നമ്പേഴ്സും നമ്മൾ ആഡ് ചെയ്യുക. 10 പ്ലസ് 11 പ്ലസ് 19 പ്ലസ് 9 പ്ലസ് 5.5 പ്ലസ് 20 പ്ലസ് 30 പ്ലസ് 12 പ്ലസ് 40 പ്ലസ് 5.5. ഇതുപോലെ R2ൻ്റെയും സമ്മേഷന് നമ്മൾ കാണണം. ഇപ്പോൾ R1ൻ്റെ സമ്മേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് 190. ഇതുപോലെ R2ൻ്റെയും സമ്മേഷൻ കണ്ടിട്ട് ഇതുപോലെ എഴുതി വെക്കുക. അങ്ങനെ അതൊക്കെ ആഡ് ചെയ്ത് നമുക്ക് R2 എന്ന് പറയുന്നത് 91 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ആൻസർ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ എഴുതാം. അതായത് സമ്മേഷൻ ഓഫ് R1 പ്ലസ് സമ്മേഷൻ ഓഫ് R2 ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ N ഇൻറ്റു N പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്ക് ഈ വാല്യൂസ് R1ഉം R2 എന്നുള്ള വാല്യൂസ് നമ്മളുടെ ഇക്വേഷനിൽ ഒന്ന് കൊടുക്കാം. സമ്മേഷൻ ഓഫ് R1 എന്ന് പറയുന്നത് 119 ആണ്. അതുപോലെ സമ്മേഷൻ ഓഫ് R2 എന്ന് പറയുന്നത് 91. 190 പ്ലസ് 91 ഈസ് ഈക്വൽ ടു, ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ N എന്ന് പറയുന്നത് നമ്മളുടെ ആകെയുള്ള നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. നമ്മളുടെ ആകെയുള്ള നമ്പർ ഓഫ് ഐറ്റംസ് എന്ന് പറയുന്നത് N1 10ഉം N2 10ഉം ആണ്. അപ്പോൾ 20. അപ്പോൾ അത് അവിടെ കൊടുക്കുമ്പോൾ 20 ഇൻറ്റു 20 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 190 പ്ലസ് 91 ഈസ് ഈക്വൽ ടു 210 ഈസ് ഈക്വൽ ടു 420 ഡിവൈഡഡ് ബൈ 2. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് രണ്ടും ഈക്വലായിട്ട് കാണാം. രണ്ടും 210 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നമ്മളുടെ റാങ്കിങ് കറക്റ്റാണ് എന്ന് മനസ്സിലാക്കാം. നമ്മളുടെ മാൻ വൈറ്റിനെ യു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഈ ഒരു മെത്തേഡാണ് എനിക്ക് വളരെ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം തന്നെ 2 ഫോർമുലാസ് ഉണ്ട്. നമ്മളുടെ 2 ഡാറ്റയെ നമ്മൾ ഒന്ന് യുവും അതുപോലെ തന്നെ ഒന്ന് യു ഡാഷുമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് യു ഈസ് ഈക്വൽ ടു N1 ഇൻറ്റു N2 പ്ലസ് N1 ഇൻറ്റു ബ്രാക്കറ്റിൽ N1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 മൈനസ് സമ്മേഷൻ ഓഫ് R1. ഇനി യു ഡാഷ് ഈസ് ഈക്വൽ ടു N1 ഇൻറ്റു N2 പ്ലസ് N2 ഇൻറ്റു ബ്രാക്കറ്റിലായിട്ട് N2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 മൈനസ് സമ്മേഷൻ ഓഫ് R2. ഇവിടെ N1 N2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഐറ്റംസിൻ്റെ ഗ്രൂപ്പാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ബോക്സ് ആക്കി വെക്കുന്നത് കൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ആൻസർ ഷീറ്റ് നോക്കുന്ന ആൾക്ക് നമ്മൾ ഇതൊക്കെ എഴുതിയിനെ എന്ന് മനസ്സിലാവും. ഇനി നമുക്ക് നമ്മുടെ ഈ ഇക്വേഷനിൽ കൊടുക്കേണ്ട എല്ലാ ഐറ്റംസിൻ്റെയും കൗണ്ട് എത്രയാണ് എന്നുള്ളത് ടാബിൾ നോക്കിയിട്ട് ഒന്ന് മാറ്റി എഴുതാം. അതായത് ഇവിടെ N1 എന്ന് പറയുന്നത് 10 ആണ്, N2 എന്ന് പറയുന്നത് 10 ആണ്, R1 എന്ന് പറയുന്നത് 190 ആണ്, അതുപോലെ R2 എന്ന് പറയുന്നത് 91 ആണ്. ഇതൊന്ന് മാറ്റി എഴുതുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഈ സ്കോർ നമ്മളുടെ ഇക്വേഷനിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ യു ആണ് കണ്ടുപിടിക്കുന്നത്. യു ഇസ് ഈക്വൽ ടു N1 എന്ന് പറയുന്നത് 10 ആണ്, N2 എന്ന് പറയുന്നത് 10 ആണ്. 10 ഇൻറ്റു 10 പ്ലസ് N1 10 ഇൻറ്റു 10 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 മൈനസ് ഇവിടെ സമ്മേഷൻ ഓഫ് R1 എന്ന് പറയുന്നത് 190 ആണ്. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അവസാനം 36 ആണ്. അതായത് നമ്മളുടെ യു എന്ന് പറയുന്നത് 36 ആണ്. ഇത് നമുക്കിനി മാറ്റി എഴുതാം. യു ഇസ് ഈക്വൽ ടു 36 എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് വെക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് യു ഡാഷ് കണ്ടുപിടിക്കണം. അതുപോലെ യു ഡാഷിൻ്റെയും ഇക്വേഷൻ നമുക്കറിയാം. ഇനി ആ ഒരു ഇക്വേഷനിൽ നമ്മളുടെ നമ്പേഴ്സ് ഒന്ന് കൊടുക്കുക. അതായത് N2 എന്ന് പറയുന്നത് N1 N2 എന്ന് പറയുന്നത് 10 ആണ്. 10 ഇൻറ്റു 10 100
പ്ലസ് n2 ഇൻറ്റു ഇവിടെ n1 പകരം നമ്മൾ n2 ആണ് കൊടുക്കേണ്ടത്. n2 ഇൻറ്റു n2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ആണ്. അതുപോലെ മൈനസ് ചെയ്യേണ്ടത് സമ്മേഷൻ ഓഫ് R2 ആണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 64 ആണ്. അപ്പോൾ നമുക്ക് യു ഡാഷും കിട്ടിയിട്ടുണ്ട്, യുവും കിട്ടി, അതുപോലെ തന്നെ യു ഡാഷും ഇതുപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ നമുക്കൊരു ബോക്സിലാക്കിയിട്ട് എഴുതി വെക്കാം. ഇനി ഇത് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ യുയും യു ഡാഷും കറക്റ്റാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. അതായത് യു പ്ലസ് യു ഡാഷ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു n1 ഇൻറ്റു n2 ആണ്. നമുക്കിവിടെ യു എന്ന് പറയുന്നത് 36 ആണ്, അതുപോലെ യു ഡാഷ് 64ഉം, n1 എന്ന് പറയുന്നത് 10ഉം, n2 എന്ന് പറയുന്നത് 10ഉം. ഇനി ഇത് എത്രയാണെന്ന് നോക്കാം. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെല്ലാം കറക്റ്റാണ് എന്ന് പറയാം. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടും ഈക്വലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, 10 ഈക്വൽ ടു 10. അപ്പോൾ നമ്മളുടെ ഈ ആൻസറൊക്കെ ശരിയാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഏതാണ് യു എന്നാണ് അറിയേണ്ടത്. അതായത് മാൻ വൈറ്റിനെ യു ടെസ്റ്റിലെ യു ഏതാണ് എന്നാണ് നമുക്കറിയേണ്ടത്. അതെങ്ങനെയാണ് നോക്കുക എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് യു ഇസ് ഈക്വൽ ടു 36ഉം യു ഡാഷ് എന്ന് പറയുന്നത് 64 ആണ്. അപ്പോൾ ഇതിൽ ശരിക്കുമുള്ള യു എന്ന് പറയുന്നത് ഏറ്റവും ഷോർട്ടായിട്ടുള്ള നമ്പർ ആയിരിക്കും. അതായത് ചെറിയ നമ്പറിനെയാണ് നമ്മൾ പൊതുവെ യു ആയിട്ട് എടുക്കുക. ഇവിടുത്തെ യു എന്ന് പറയുന്നത് യു തന്നെയാണ്. യുവിലെ യു ഇസ് ഈക്വൽ ടു 36 ആണ് നമ്മളുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ യു ഡാഷാണ് കുറവുള്ള നമ്പർ എന്നുണ്ടെങ്കിൽ ആ യു ഡാഷിനെയാണ് നമ്മൾ യു ആയിട്ട് എടുക്കുക. അപ്പോൾ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് 36 ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. യൂസ്ഫുള്ളായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.